ഈ വർഷം അതായത് 2026 ജൂണിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്ന വാട്ട് ഇഫ് തോർ ഇഷ്യൂ 1 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് 1984 സീക്രട്ട് വാർസ് കോമിക്സിൽ പ്രധാനമായിട്ടും സ്പൈഡർമാൻ ആണ് വെനവുമായി ബോണ്ടായി പുതിയ വെനം സ്യൂട്ട് ലഭിക്കുന്നത്. അതേ ഒരു അഡാപ്റ്റേഷന്റെ മറ്റൊരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി സ്പൈഡർമാന് പകരം തോറിന് ഈ പവേഴ്സ് ലഭിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ബാറ്റിൽവേളിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫൈറ്റിനിടയിൽ തന്നെ തോറിന്റെ കേപ്പ് ഡാമേജ് ആവുകയും അത് റിപ്പയർ ചെയ്യുവാനായി ഹൾക്കിനോടൊപ്പം അവഞ്ചേഴ്സ് ഫെസിലിറ്റിയിലുള്ള ഒരു ഫാബ്രിക് റിപ്പയറിന്റെ അടുത്തേക്ക് വരികയും അവിടെ വെച്ച് ഹൾക്ക് ഈ ഒരു മെഷീനെ പറ്റി തോറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതായത് തനിക്ക് ഏതൊരു ഡ്രസ്സാണോ വേണ്ടത് അത് ഈ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചാൽ മതി, അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തോർ ആ ഒരു മെഷീനിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ആ ഒരു മെഷീൻ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിൽ നിന്നൊരു ബ്ലാക്ക് ലിക്വിഡ് ഇറങ്ങി വരികയും ഇതുകൊണ്ട് ഹൾക്കും തോറും ഒരു നിമിഷം ഷോക്ക് ആകുന്നെങ്കിലും തോർ അത് ടച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ അതൊരു പുതിയ സ്യൂട്ടായി തന്നെ മാറി തോറിന്റെ എൻറ്റയർ ബോഡി കവർ ചെയ്യിപ്പിക്കുകയും വളരെയധികം ഗ്രേറ്റ്നെസ്സോട് കൂടി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്യൂട്ട് അപ്ഗ്രേഡേഷൻ നടക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ ഒരു പുതിയ ബ്ലാക്ക് സ്യൂട്ടിന്റെ വരവിനോടുകൂടി മുമ്പുണ്ടായിരുന്നതിലും വളരെയധികം സ്ട്രോങ് ആയിട്ട് തോറിന് സ്വയം ഫീൽ ചെയ്യുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ദൂരെ നിന്നും കണ്ടോണ്ടിരുന്ന സ്പൈഡർമാൻ ഇമാതിരി സ്യൂട്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ. ആക്ച്വലി യഥാർത്ഥ റിയാലിറ്റി പ്രകാരം ഈ ഒരു ടൈമിൽ യഥാർത്ഥത്തിൽ പവർ ലഭിക്കേണ്ടത് സ്പൈഡർമാൻ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് നൈസിൽ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിവെച്ചാൽ മതി. എനിവേ ഈ ഒരു ടൈമിൽ തന്നെ സ്യൂട്ടിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുവാനായിട്ട് ഹൾക്കിനോട് ഒരു കത്തി എടുത്ത് കുത്തുവാനായി തോറ പറയുകയും ഹൾക്ക് തന്റെ സ്ട്രെങ്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അറ്റാക്കിംഗ് നടത്തുന്നെങ്കിൽ തന്നെയും ആ ഒരു വാള് വളഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ അത്രയധികം സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് അപ്ഗ്രേഡേഷൻ തന്നെയാണ് ഇപ്പോൾ തോറിന് ലഭിച്ചെങ്കിൽ തന്നെയും അതിന് സ്വയം ചിന്തിക്കാൻ കഴിവുള്ള ഒരു ലൈഫ് ഫോം ആണെന്നുള്ള കാര്യം തോർ തിരിച്ചറിയുന്നില്ല. എനിവേ സീക്രട്ട് വാർസിലെ ഫൈറ്റുകളെല്ലാം തന്നെ അവസാനിച്ചതിന് ശേഷം തിരികെ തോർ ആസ്ഗാർഡിലേക്ക് എത്തുമ്പോൾ ആസ്ഗാർഡിന്റെ കാവൽക്കാരനായിട്ടുള്ള ഹെംഡാൽ തോറിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഡാർക്ക് എനർജിയെ പറ്റി സെൻസ് ചെയ്യുകയും അതിനെപ്പറ്റി തോറിനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ടൈമിൽ തന്നെ മിഡ്ഗാർഡിൽ ഉണ്ടാകുന്ന ഒരു അറ്റാക്കിനെ പറ്റി ഇവർ തിരിച്ചറിയുകയും അതായത് യോട്ടൻഹൈമിന്റെ പ്രൊട്ടക്ഷൻ തകർന്നുകൊണ്ട് അവിടെ നിന്നും ഒരുപാട് ജയൻസ് ഇപ്പോൾ എർത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തടയേണ്ടതിനായി ആസ്ഗാർഡിയൻ ആർമി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അതിന് മുന്നോടിയായി അപ്പോൾ തന്നെ ഹെംഡാൽ ബൈഫോസ്റ്റിനെ ആക്സസ് ചെയ്ത് തോറിനെ മിഡ്ഗാർഡിലേക്ക് പറഞ്ഞു വിടുന്നു. തോറിനെ മാത്രമല്ല തോറിന് ഇനീഷ്യൽ സഹായത്തിനായി ലോക്കിയും തോറിന്റെ അപ്പോഴത്തെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ലേഡി സിഫിനെയും കൂടെ അയക്കുന്നുമുണ്ട്. തോറിന്റെ ഈ ഒരു പുതിയ സ്യൂട്ട് കാണുന്ന ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തോറിനെ കളിയാക്കുന്നു. ലോക്കി ആണെങ്കിലോ നിന്നെ ഇപ്പോൾ കാണുവാനായിട്ട് ഒരു ഗേറ്റ് കീപ്പറിനെ പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ടൈമിൽ തന്നെ തോർ ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാകുകയും ഈ ഒരു ഇറിറ്റേഷൻ തിരിച്ചറിയുന്ന തോറിന്റെ സ്യൂട്ട് സ്വയം കൺട്രോളിലെടുത്ത് ലോക്കിയുടെ മുഖത്തിന് തന്നെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുന്നു. ആക്ച്വലി ഇതെല്ലാം കണ്ട് വളരെയധികം ഷോക്ക് ആവുന്ന ലോക്കി ഇതിന് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഇതിനും കോൺഷ്യസ്നെസ് ഉണ്ടെന്നും തിരിച്ചറിയുന്നതിനോടൊപ്പം ഈ ഒരു സ്യൂട്ടിനെ പറ്റി കുറെ കാര്യങ്ങൾ തോറിനോട് ചോദിക്കുന്നു. എന്നാൽ പൊതുവേ ഈ ക്വസ്റ്റ്യനിങ് ഒന്നും ഇഷ്ടമില്ലാത്ത തോർ ഇനി നീ ചോദിക്കാൻ വേണ്ടി വാ തുറന്ന് നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫ്രോസ്റ്റ് ജയൻസിന്റെ അടുത്തേക്ക് അറ്റാക്കിനായിട്ട് പോവുകയും ലേഡി സിഫിനോടൊപ്പം നിന്നുകൊണ്ട് അവരെ എല്ലാവരെയും വളരെ ബ്രൂട്ടൽ ആയിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ഇവൻ തോ മിയോളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രോസ്റ്റ് ജയന്റിന്റെ ഉള്ളിലൂടെ വരെ കയറ്റി ഇറങ്ങി. ഇത് കണ്ടുകൊടുത്ത ലോക്കി ലേഡി സിഫു ആണെങ്കിലോ ഇവൻ നമുക്ക് ആർക്ക് തന്നെ ആരും കൊല്ലാനുള്ള ടൈം തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം സർപ്രൈസ് ആയി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഓവർ ക്രൗഡിംഗ് ആവുന്ന ജയൻസിനെ അറ്റാക്ക് ചെയ്യാനായി തോർ തന്റെ ലൈറ്റനിങ് പവർ യൂസ് ചെയ്യുകയും ആ ഒരു അറ്റാക്കിൽ എൻറ്റയർ ഫ്രോസ്റ്റ് ജയൻസ് അവിടെ നിന്നും തെറിച്ചു പോകുന്നെങ്കിൽ തന്നെയും ആ ഒരു സൗണ്ടും ലൈറ്റനിങ്ങും തോറിനെ മെന്റലി വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സിംബിയോട്സിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നത് സൗണ്ടും ഫയറുമാണ് എന്നതുകൊണ്ട് തന്നെ അതേസമയം രക്ഷിക്കുവാനായിട്ട് ലോക്കി അവിടേക്ക് കടന്നു വരികയും അതിന്റെ ആവശ്യമില്ല എന്ന് തോർ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല അതിനിടയിൽ തന്നെ ഈ ഒരു സ്യൂട്ടിന് സ്വയം ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെന്നും അതിപ്പോൾ താനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരംഭിച്ചു എന്നും തോർ തിരിച്ചറിയുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു ബൈഫ്രോസ്റ്റ് ഓപ്പൺ ആവുകയും അതിൽ നിന്ന് വാരിയസ്ത്രീ ഉൾപ്പെടെയുള്ള ആസ്ഗാർഡിയൻ ആർമി കടന്നു വന്ന് എൻറ്റയർ ഫ്രോസ്റ്റ് ജയൻസുമായി വളരെ വലിയ യുദ്ധത്തിലേക്ക് തന്നെ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സെയിം ടൈമിൽ തന്നെ ഒരു ഗുഹയ്ക്കരികിലേക്ക് എത്തുന്ന തോർ ഒരു സിംബിയോട്ട് ഡ്രാഗണെ കാണുകയും അതിനെ നൈസായിട്ട് ഫോളോ ചെയ്തു പോവുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ തോറിന്റെ പ്രസൻസ് തിരിച്ചറിയുന്ന ഈ ഒരു ഡ്രാഗൺ തോറിനെ വലിച്ചിറക്കി ഭൂമി തുറന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഈ ഒരു ഫൈറ്റിനിടയിൽ തന്നെ തോറിന്റെ കയ്യിൽ നിന്ന് ഹാമർ ആയിട്ടുള്ള മിയോളിയർ തെറിച്ചു പോകുന്നതായിട്ടും കാണാം. പിന്നീട് കണ്ണു തുറക്കുന്ന തോർ തന്നെ ഒരു വോൾക്കാനോ വെല്ലിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുകയും ഈ ഒരു വെല്ലിൽ നിന്ന് വരുന്ന ഹീറ്റ് മൂലം സ്വയം വേദനിക്കുന്ന സിംബിയോട്ടിന്റെ പെയിൻ തോർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ സെയിം ടൈമിൽ തന്നെ ഈ ഡ്രാഗണും വന്ന് ഈ ഒരു തീയെ കൂടുതലായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരു ട്രാപ്പ് ആണെന്ന് തോർ തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ തോറിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സിംബിയോട്ട് സ്വയം ഗിൽട്ടോട് കൂടി സോറി പറയുകയും ചെയ്യുന്നു തോറിനോട്. അപ്പോഴാണ് കഥയിലേക്ക് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ വില്ലൻ എൻട്രി ഗോഡ് ഓഫ് സിംബിയോട്ട് നൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ തോർ ഇതൊക്കെ എന്തൊരു പേരാടെ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി തോറിന്റെ പവർ സ്റ്റീൽ ചെയ്യുവാനായി നൾ അയച്ചതായിരുന്നു ഈ ഒരു സിംബിയോട്ടിനെ. ഇനിഷ്യലി ഇതൊരു മിഷൻ ആയിരുന്നെങ്കിൽ തന്നെയും തോറുമായി ബോണ്ടായതിനു ശേഷം ഈ ഒരു സിംബിയോട്ടിന് തോറിനെ ചതിക്കുവാനായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ തോറിനെ ഒറ്റ കൊടുക്കാതെ ഇതുവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സിംബിയോട്ട് ഇൻഡയറക്ട്ലി. അതുകൊണ്ട് തന്നെ ഒരേ സമയം തോറിനെ ക്യാപ്ചർ ചെയ്യുകയും ഈ ഒരു സിംബിയോട്ടിന് പണിഷ്മെന്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നള്ള് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്. തുടർന്ന് 3 സിംബിയോട്ട് ഡ്രാഗണെ യൂസ് ചെയ്തുകൊണ്ട് തോറിനെ അവിടെ പൂർണ്ണമായിട്ടും എരിച്ചു കളയുവാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ് നൾ. ഈ ഒരു ഫയർ പവർ താങ്ങാനാകാതെ സിംബിയോട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട്
ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻഡയറക്ട്ലി അത് തോറിനെ വളരെയധികം അഫക്ട് ചെയ്യുകയും ചെയ്യുന്നുമുണ്ട്. അതിനിടയിൽ തന്നെ തോർ ചോദിക്കുന്നു, ഞാനിപ്പോൾ എന്റെ ഹാമറിനെ സമ്മൺ ചെയ്ത് ലൈറ്റനിങ് കൊണ്ടുവരികയാണെങ്കിൽ നീ മരണപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ മേ ബി എന്നാലും നീ അത് ചെയ്യേ, എന്നാൽ മാത്രമേ നിനക്കെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് സിംബിയോട്ട് മറുപടി പറയുന്നു. തന്റെ ജീവൻ തന്നെ സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തോറിനെ രക്ഷിക്കുവാനായിട്ടാണ് ഇവിടെ സിംബിയോട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു സെയിം ടൈമിൽ തന്നെയാണ് തോറിനെ ഫോളോ ചെയ്ത് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ബേസിലേക്ക് ലോക്കി വരുന്നത്. എന്റെ ഏട്ടനെ ഞാനല്ലാതെ വേറൊരു തെണ്ടിയും പുറത്തുനിന്ന് ഒന്നും തല്ലണ്ട എന്ന ചിന്തയിലായിരിക്കണം. തന്റെ മാജിക്കൽ നൈഫ് എടുത്ത് നള്ളിന് നേരെ എറിഞ്ഞ് നള്ളിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ തോർ തന്റെ ഹാമർ ആയിട്ടുള്ള മിയോളിനെ സമ്മൺ ചെയ്ത് അവിടെ മുഴുവനും ലൈറ്റനിങ് ബ്ലാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവിടെ മൊത്തം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ തോർ പറന്നു വന്ന് നള്ളിനെ പൊക്കിയെടുത്തുകൊണ്ട് നള്ളുമായി ഡയറക്ട്ലി ഫൈറ്റിൽ ഇൻവോൾവ് ആവുന്നു. അതേസമയം ലോക്കി തകർന്ന് വീണ് കിടന്നിരുന്ന മിച്ചമുണ്ടായിരുന്ന സിംബിയോട്ടിനോട് ഹായ് ഹലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു സെയിം ടൈമിൽ തന്നെ നള്ളിനോടൊപ്പം ഉണ്ടായിരുന്ന 3 സിംബിയോട്ട് ഡ്രാഗൺസും ആ ഒരു എൻഡർ കേവും പൊളിച്ചു കളഞ്ഞ് ഫ്രോസ്റ്റ് ജയന്റ്സുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റ് ആസ്ഗാർഡിയൻ ആർമിയുടെ അടുത്തേക്ക് വരികയും വാരിയേഴ്സ് 3 ലേഡി സിഫ് തുടങ്ങിയിട്ടുള്ള എൻഡർ ആസ്ഗാർഡിയൻ ആർമിയും ചേർന്നുകൊണ്ട് ഈ ഒരു 3 ഡ്രാഗൺസിനെയും പൂർണ്ണമായി പിന്നീട് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സെയിം ടൈമിൽ തന്നെ തോർ നള്ളിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു ബൈഫ്രോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ സഹായത്തോടു കൂടി യൂണിവേഴ്സിന്റെ മറ്റേതോ കോണിലേക്ക് എത്തുകയും ഒടുവിൽ ഗോഡ് ഓഫ് വോയിഡ് ആയിട്ടുള്ള നള്ളിനെ തന്നെ ഇനി മേലെ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് കറക്കിയെടുത്ത് വോയിഡിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു. ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ലോക്കി, എന്റെ ചേട്ടനെ എനിക്കറിയാവുന്ന അത്രയും വേറെ ആർക്കും അറിയത്തില്ല, ആസ്ഗാർഡിന്റെ ഗ്ലോറിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും, അത് പുള്ളിക്ക് ശീലമായിട്ടുള്ള കാര്യമാണെന്നുള്ള ഒരു ചെറിയ മാസ് ഡയലോഗും അടിക്കുന്നുണ്ട്. പിന്നീട് ഈ എല്ലാ ഫൈറ്റും കഴിഞ്ഞതിന് ശേഷം ആസ്ഗാർഡിൽ ഇരുന്നുകൊണ്ട് തനിക്ക് സിംബിയോട്ട് സ്യൂട്ട് കിട്ടിയതും അതുപയോഗിച്ച് താൻ ചെയ്ത അഡ്വഞ്ചേഴ്സും അതിനുശേഷമായി ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന നള്ളുമായിട്ടുള്ള ഫൈറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബിയർ ഒക്കെ അടിച്ചുകൊണ്ട് തന്റെ ഫ്രണ്ട്സിനോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നള്ളിനെ ഡിഫീറ്റ് ചെയ്ത സന്തോഷത്തിൽ ഇവരെല്ലാവരും തന്നെ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെയിം ടൈമിൽ തന്നെ അവിടെ മാറി ഇരുന്നിട്ടുണ്ടായിരുന്ന തോറിന്റെ ഹാമർ ആയിട്ടുള്ള മിയോൾനർ മറ്റാരോ വന്ന് എടുത്തു പൊക്കുന്നു. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്ത പോലെ തന്നെ അത് ലോക്കിയാണ്. ഓൾറെഡി സ്വയം സാക്രിഫൈസ് ചെയ്ത് തോറിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സിംബിയോട്ട് സ്യൂട്ട് വൃത്തിയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സിംബിയോട്ട് സ്യൂട്ട് ഇപ്പോൾ അണിഞ്ഞിട്ടുണ്ടായിരുന്ന ലോക്കിയും ഇൻഡയറക്ട്ലി അങ്ങനെ വൃത്തിയായി മാറിയിരിക്കുകയാണ്. വൃത്തിയായി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഈ ഒരു മിയോൾനറെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ലോക്കിക്ക് സാധിക്കുമെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എനിവേ മിയോൾനറെ പൊക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ലോക്കിയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോമിക് സീരീസ് ഇവിടെ അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇതൊരു വൺ ഷോട്ട് വാട്ട് ഇഫ് കോമിക് സീരീസ് ആണ് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും ഇനി റിലീസ് ആവാൻ സാധ്യതകളില്ല. എങ്കിൽ തന്നെയും ഇതിന്റെ ബാക്കി എങ്ങാനും എന്തെങ്കിലും വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വെനം സിംബിയോട്ട് സ്പൈഡർമാനിൽ നിന്ന് മാറി മറ്റൊരു ക്യാരക്ടറുമായിട്ട് ബോണ്ട് ആയപ്പോൾ അതിന്റെ എൻഡർ ഫേറ്റും മാറി എന്നുള്ള കാര്യം നമുക്ക് ഈ ഒറ്റ സീരീസിലൂടെ തന്നെ മനസ്സിലാവും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയോടൊപ്പം തന്നെ ഈ ഒരു കോമിക് സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.